വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. ഞങ്ങളിപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിലാണ്. നമ്മളിവിടെ നല്ല അടിപൊളി ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമുക്ക് ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ? നമ്മളിതിനെടുത്തിട്ടുള്ളത് ഒരു 8-9 മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത മാങ്ങ. നമ്മൾ നീലം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 മില്ലി, ഒരു വലിയ കപ്പിന് തൈര്, 4 വലിയ പച്ചമുളക്, ഒരു തേങ്ങ മുഴുവനായിട്ട്, ഫുൾ തേങ്ങ വേണം നമുക്ക് ചിരവിയിട്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, പിന്നെ നമ്മുടെ ശർക്കരയുടെ 2 കഷ്ണം, 2 പീസ്. നമ്മുടെ മാമ്പഴം തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യേണ്ട ഹോളായിട്ട് നമ്മുടെ കുക്കറിലിട്ട് അതിൻ്റെ മേലെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിവിടെ വലിയ കല്ലൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ 2 അച്ച് അതുപോലെ അതിൽ മാമ്പഴത്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്, നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് എടുക്കാം. അത് കീറിയിട്ട് നമ്മുടെ മാമ്പഴത്തിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ഇത് വേവാൻ ആവശ്യമുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ മേലെ. അതിനുശേഷം നമ്മുടെ കുക്കർ മൂടിയിട്ട് ഒരു 2 വിസിലടുപ്പിക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പുണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ തേങ്ങ ഉടച്ചു. നാട്ടിലായതുകൊണ്ട് തേങ്ങ പൊട്ടിക്കണമൊക്കെ കാണിക്കാൻ പറ്റി. നമ്മൾ ആ തേങ്ങയുടെ 2 മുറിയും നമുക്ക് വേണം. അത് ചിരവിയെടുത്തു. ഇനി നമ്മളൊരു മിക്സിയിൽ തേങ്ങയിട്ടിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/4 മതി മഞ്ഞൾ, 1/4 ടീസ്പൂൺ ആയാലും മതി. പിന്നെ ഒരു 300 മില്ലി, പറഞ്ഞില്ലേ വലിയൊരു കപ്പ് നിറയെ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊടുക്കുക. നന്നായിട്ട് അരയണം. ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം, നമ്മുടെ മാങ്ങയുടെ അവസ്ഥ എന്താണെന്ന്. മാങ്ങയൊക്കെ ശർക്കരയിൽ വെന്തിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. നമ്മൾ കൂടുതൽ ഇളക്കണ്ട, മാമ്പഴമൊക്കെ ഉടഞ്ഞു പോവും. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് തുള്ളി വരട്ടെ, വല്ലാണ്ട് തിളയ്ക്കണ്ട. ഇങ്ങനെ ചെറിയ തിളകൾ വന്ന് റെഡിയാവുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. കണ്ടില്ല, നന്നായിട്ട് ചെറിയ ബബിൾസായിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. പിന്നീട് തിളയ്ക്കരുത്, അപ്പോൾ ടേസ്റ്റൊക്കെ പോവും. ഇനി നമുക്ക് ഇതിലൊന്ന് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ എടുക്കണം. ഒരു 6 to 8 ടേബിൾ സ്പൂൺ എടുക്കും. നന്നായിട്ട് വെളിച്ചെണ്ണ ഇട്ടാൽ നല്ല രുചിയാണ്. അതെനിക്കൊരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കണം ആദ്യം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ ഒന്നങ്ങ് മൂത്ത് വരുമ്പോൾ നമ്മൾ കടുകിട്ടു, കറിവേപ്പില ഇട്ടു. അത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. അതിൽ ആ മാങ്ങയൊക്കെ എടുത്ത് കഴിക്കാൻ എന്താണൊരു ടേസ്റ്റ് എന്നറിയോ? അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.